എല്ലാവർക്കും ലിജാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഹൊഗനക്കൽ ഫോൾസ് കാണാൻ പോവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഹൊഗനക്കൽ ഫോൾസിലേക്ക് പോവാന്ന് പറഞ്ഞ പോരെ. എല്ലാവർക്കും ലിജാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്നൊരു ചെറിയ ട്രിപ്പാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി, ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഹൊഗനക്കൽ ഫോൾസ് കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ട്സും കൂടെ ഉണ്ട്, ഒരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സ്വന്തം ജിമ്മേട്ടൻ കേട്ടോ. നാട് എവിടെയാന്ന് പറഞ്ഞാൽ തൃശ്ശൂരുകാരനാണ് കേട്ടോ, പക്കാ തൃശ്ശൂരുകാരനാണ്. സംസാരവും എല്ലാം അങ്ങനെയാണ് കേട്ടോ. പിന്നെ ആളുടെ വൈഫും മോളും ഉണ്ട്. ഇത് ലിൻഡ, നമ്മുടെ പ്രിയപ്പെട്ട ലിൻഡ. നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ട്രിപ്പിന് പോകാൻ നേരത്തെ ഭയങ്കര ഊർജമാണ് ഇവര്, ഭയങ്കര ധൈര്യം, ഭയങ്കര സപ്പോർട്ട്. ഓക്കെ, പിന്നെ മോളുണ്ട്, നമ്മുടെ എസ്റ്ററിന്റെ ഫ്രണ്ടാണ് കേട്ടോ, ജോമിയ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് ഹൊഗനക്കൽ ഫോൾസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ലേറ്റായി. അപ്പം നമ്മൾക്ക് ഇത്തിരി സ്പീഡിൽ പോവാം. ഹൊഗനക്കലിന് രണ്ട് വഴിക്ക് പോവാട്ടോ. ആനക്കൽ, തളി, ഡെങ്കിനിക്കോട്ട വഴി. മറ്റൊന്ന് ഹൊസൂർ, ധർമ്മപുരി വഴി. ഞങ്ങൾ ബാംഗ്ലൂർ സൗത്തിലായതുകൊണ്ട് ആനക്കൽ വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 120 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ സൗത്തിൽ നിന്നും ഹൊഗനക്കലിലേക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ നല്ലൊരു ഉടുപ്പി ഹോട്ടലിൽ കയറാൻ പോവാണേ. വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടോ, വെയിലൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വന്നില്ല കേട്ടോ. വന്ന സാധനം ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് കാരണം ദേ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ, വെജ് ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങളിവിടെ കയറി. ഇവിടെ നല്ല മസാല ദോശ, അതുപോലെ ഇത് കേട്ടോ ബിസിബെല ബാത്ത്. ഇത് നല്ല വെജിറ്റബിളും കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചൂടന് വേവിക്കണം കേട്ടോ. ഈ മിക്സർ ഇട്ടിട്ട് വേണം ഇത് കഴിക്കാൻ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി, അതുപോലെ എന്താ പൂരിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചോ. ചായ കിട്ടിയിട്ടോ, നല്ല ഗ്ലാസ്സാണ്. ചായ കുടിച്ചു നോക്കാം. നല്ല മധുരമാണ് കേട്ടോ. ഇവരൊക്കെ കുറച്ച് മധുരം നമ്മളെക്കായും കൂട്ടി ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ചായ നല്ലതാണ്, ഇച്ചിരി മധുരം കൂടുതലുണ്ട്. ഹൊഗനക്കൽ വാട്ടർഫോൾസ് തമിഴ്നാട്ടിലെ ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചാണ് ഈ വഴിക്ക് വന്നത്. പക്ഷേ റോഡ് പണിയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്തും വളരെ മോശമായിരുന്നു. പിന്നൊരു കാര്യം, ഈ വഴിക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെ വരണം കേട്ടോ. ഞങ്ങൾക്ക് വഴികൾ കുറേയേറെ സ്ഥലത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മുന്നോട്ട് വന്നപ്പോൾ പിന്നെ കാട് തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് കേട്ടോ കിട്ടിയത്. ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒട്ടും തിരക്കില്ലാത്ത വഴികളിലൂടെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകാൻ നല്ല രസമായിരുന്നു.
തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപാട് വേറിട്ട കാഴ്ചകൾ കാണാം. അതിലൊന്നാണിത്. ഒരു ഗ്രാമത്തിലേക്ക് കയറുമ്പോഴോ ആ ഗ്രാമം കഴിയുമ്പോഴോ അവരുടെ ഊരു കാവൽ ദൈവങ്ങളെ കാണാം. ഹൊഗനക്കൽ എത്താറായിട്ടോ. ഹൊഗനക്കൽ എത്തുന്നതിന് മുമ്പ് ഫോറസ്റ്റിൻ്റെയും പാർക്കിങ്ങിൻ്റെയും ഒക്കെ ആയിട്ട് 3 സ്ഥലത്ത് നമ്മളോട് അവർ പൈസ വാങ്ങുന്നുണ്ടേ. കാവേരി പുഴ കണ്ടു തുടങ്ങി. ഇനി ഈ പുഴയുടെ തീരത്തൂടെയാണ് റോഡ് പോകുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഹൊഗനക്കല്ലിൽ എത്തിയിട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് നമ്മൾ നേരെ പോവാണ് വെള്ളത്തിലോട്ട്. അവിടെ ചെന്നാലാണ് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും ചെറിയ ചെറിയ ഹോട്ടലുകളാണ് കേട്ടോ. നല്ല വിറകടുപ്പിലാണ് ഇവരുടെ പാചകം. ഇവിടുത്തെ ഹോട്ടലുകളിൽ കൂടുതലും ചേച്ചിമാരാണ് കുക്കിങ്ങും മറ്റും. ഞങ്ങളും പറ്റിയൊരു ഹോട്ടൽ നോക്കി നടക്കുകയാണ്. നല്ല ഫിഷ് ഫ്രൈഡ് മണമാണ് ഇവിടെയൊക്കെ. പലതരത്തിലുള്ള മീനുകൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. എണ്ണയിൽ നിന്നും ആ മീൻ കോരിയെടുക്കുന്ന കാഴ്ച കാണാൻ തന്നെ രസമാണ്. ജിലേബി മധുരമില്ല. നമുക്ക് ഭക്ഷണം തരുന്നത് ഇലയിലാണ് കേട്ടോ. അതൊരു കണക്കിന് നല്ലതാണ്. ഇല പക്ഷെ നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കും. പ്ലേറ്റിൽ തരുമ്പോൾ പ്ലേറ്റ് ക്ലീൻ ആണോ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ഇത് നമ്മള് ഇവരുടെ കറികള് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഫിഷാണ് കേട്ടോ. ഫിഷ് ഫ്രൈ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ റൈസ് ഓർഡർ ചെയ്തിട്ട് അത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ബാക്കി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ബിരിയാണി, കുറച്ച് റൈസ്. ആദ്യത്തിന് സാമ്പാർ വെച്ചിട്ട് പപ്പടം ഓക്കെയാണോ ഒരു പപ്പടം കൂടി കഴിഞ്ഞു. സാമ്പാർ കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി സാമ്പാറൂടെ ഇതിൽ ഒഴിക്കാം. നമ്മളാദ്യം ചെറിയ മീൻ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. സംഭവം ഇവിടെ ഫ്രഷ് ആണ്. ഇവർ പിടിച്ചിട്ട് ഇവിടെ ഫ്രൈ ചെയ്യണതാണ്. പിന്നെ നമുക്കറിയില്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ കഴിക്കാൻ. നല്ല മീനാ. വേറൊരു ടേസ്റ്റാ. നമ്മുടെ ടേസ്റ്റില്ല. പക്ഷെ നമ്മുടെ ബിരിയാണി ഇല്ലാന്നും അത് വേറെ ടൈപ്പ് ടേസ്റ്റാണ്. കണ്ടിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടോണ്ട് നമ്മൾ അവരോട് വീണ്ടും ഓർഡർ ചെയ്തിട്ട്. പക്ഷെ കുറേ സമയം ഇരിക്കണം. നമ്മൾ പറയുമ്പോൾ തന്നെ വറുത്ത് തരികയാണേ. അത് കാരണം ഇത്തിരി ലേറ്റ് ആവുന്നുണ്ട് എല്ലാം.
ഇപ്പം കാണാനില്ല എന്ന് തോന്നുന്നു. ഗോലി സോഡ എന്ന് പറഞ്ഞിട്ട് വരില്ലേ, സംഭവമാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ഇതാണ് ഗോലി സോഡ. ഇതിൽ എന്തൊക്കെ ഒഴിച്ചു? എന്നെ കൂട്ട് ഇതിൽ മസാല സീക്രട്ട് ആയതുകൊണ്ട് അവർ പറയില്ല. നന്നായിട്ടുണ്ട് മസാല. പെപ്പർ കറി പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കേട്ടോ അടുത്തോന്ന് അറിയില്ല. ഇപ്പൊ സമയത്ത് കഴിയുന്ന 6 മണി കഴിഞ്ഞു, 5:30 അപ്പൊ കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അവരാണ് നിർബന്ധം, അവർക്ക് ആദ്യം പോകണം. അപ്പൊ അവര് മുന്നേ പോയിട്ടുണ്ട്, പോയി നോക്കാം. ഈ കുരങ്ങല്ല, കുരങ്ങെന്ന് വിളിക്കരുത് കേട്ടോ, മങ്കി ഐസ്ക്രീം തന്നെയാണ്. എന്ത് വൃത്തിയായിട്ടാണ്. നാളെ കാലയിലല്ലേ? നാളെ കാലം 75. അങ്ങനെ കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടി ഓടിപ്പോയിട്ട് കിട്ടിയില്ല കേട്ടോ. 5 മണി വരെ ഉള്ളൂ കൊട്ടവഞ്ചി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട്. അപ്പോൾ നമുക്ക് രാവിലെ പോകാം കൊട്ടവഞ്ചിയിലേക്ക്. അത് കയറാനുള്ള ആകാംക്ഷ കാരണമാണെന്ന് തോന്നുന്നു, നമുക്ക് ഇതുവരെ കയറാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞു. വെള്ളത്തിന് തണുവായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പിള്ളേർ ഇറങ്ങട്ടെ. കൊട്ടവഞ്ചിയിൽ നമുക്ക് നാളെ കയറാം.
കിട്ടിട്ടോ. ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാതെ നമ്മൾ ഒത്തിരി വൈകിയല്ലോ, അപ്പോൾ എങ്ങനെയായാലും തിരിച്ചു പോകുന്നില്ല. സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് വന്നപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. നമ്മൾ വന്ന് കയറിയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, വലിയ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു റൂം കിട്ടി. നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ല സ്ഥലം, നല്ല അന്തരീക്ഷം. ഇതിലൊക്കെ ഗംഭീരമായിരിക്കണം ബാത്റൂമാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. TV ഉണ്ട്, വൈഫൈ കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. AC റൂമാണ്. സന്ധ്യ തുടങ്ങിയതുകൊണ്ട് ആളുകൾ വളരെ കുറവാട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. കുറച്ച് പേര് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇന്ന് കുളിക്കുന്നുണ്ടേ. നല്ല കണ്ണാടി പോലത്തെ വെള്ളമാണ്. ഈ കാവേരി പുഴയുടെ തുടക്കമേ കർണാടകത്തിലെ തലക്കാവേരിയിൽ നിന്നാണ് കേട്ടോ. എല്ലാ പുഴയുടെ തീരങ്ങളിലും കാണും കേട്ടോ ഇതുപോലെ നല്ല പഴമയുള്ള മരങ്ങൾ. ഈ ഭാഗത്തെ പുഴയിൽ നല്ല വഴുക്കുള്ള പാറകളാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ നല്ല ഒഴുക്കുണ്ട് പുഴയ്ക്ക്. പക്ഷെ വലിയ ആഴമൊന്നുമില്ലാന്ന് തോന്നുന്നു. സന്ധ്യാസമയത്ത് ഈ പുഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിന് നല്ല സുഖമുണ്ട്. അതുപോലെ പിള്ളേർ വെള്ളത്തിൽ നല്ല കളിയാണ്. അവർക്ക് ഈ പുഴയുടെ ഒഴുക്കും വഴുക്കലും ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. നമ്മളവരെ ശ്രദ്ധിച്ചാൽ മതി. ജിഞ്ചർ ടീ കേട്ടോ, നല്ല കടുപ്പത്തില്. നിനക്ക് ജിഞ്ചർ ടീ തന്നെ? മധുരം കുറച്ച് സ്ട്രോങ് പറഞ്ഞു, അത് കാരണം മധുരം ഇല്ല, സ്ട്രോങ് ആണ്. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊട്ടവഞ്ചിയും ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.